विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9ാം തന്ത്രത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആദ്യത്തെ കാണ്ഡം ഗുരുമഠ ദർശനമാണ്. ഗുരുവിനെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭൂതിയാണ് തിരുമൂലദേവൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ ഗുരു സാക്ഷാൽ നന്ദീശൻ തന്നെയാണ്. നന്ദീശനായ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഏതാനും പാടലുകളാണ് മഠദർശനത്തിൽ നാം കാണുന്നത്. നോക്കൂ, യാഗയജ്ഞങ്ങൾ ബലികർമാദിയും ജഗത്തിൽ വേദമന്ത്രാദിയും മുഴങ്ങവേ നിരന്നെങ്ങും പൊങ്ങും കരങ്ങളോടെ ഗുരുമഠം കണ്ടോർക്ക് ഉള്ളം പൊങ്ങി ആ തളിർ പോൽ മിന്നും ഗുരുപദം വണങ്ങിയിടൂ. ഗുരുപദത്തെ വണങ്ങാനാണ് തിരുമൂലദേവൻ നമ്മുടെ മുമ്പിൽ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഗുരുവിൻ്റെ പാദങ്ങളെ വന്ദിക്കുക. ഗുരുവിനെ മുന്നിൽ ദർശിക്കുന്ന ഒരനുഭൂതി വിശേഷമാണ് നാം ഇവിടെ കാണുന്നത്. യാഗയജ്ഞങ്ങൾ ബലികർമാദിയും ജഗത്തിൽ വേദമന്ത്രാദിയും മുഴങ്ങവേ നിരന്നെങ്ങും പൊങ്കരങ്ങളോടെ ഗുരുമഠം കാണുന്നു. അപ്പോൾ ഗുരുമഠ ദർശനത്തിൽ ഗുരുവിൻ്റെ സമീപം എന്താണ് കാണുന്നത്? നിറയെ യാഗയജ്ഞങ്ങൾ ബലികർമാദിയും ജഗത്തിൽ വേദമന്ത്രാദിയും മുഴങ്ങുന്നു. അപ്പോൾ ഗുരുസവിധത്തിൽ യാഗവും യജ്ഞവും ബലികർമാദിയും അതേപോലെ വേദമന്ത്രങ്ങളും മുഴങ്ങുന്ന അന്തരീക്ഷത്തിലാണ് ഗുരുവിനെ നാം കാണുന്നത്. ഈ ഗുരു സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. നന്ദീശനായ പരമശിവൻ തന്നെയാണ് ഇവിടെ ഗുരു. അപ്പോൾ പൊങ്ങും കരങ്ങളോടെ ഗുരുമഠം കണ്ടോർക്കുള്ളം പൊങ്ങി തളിർ പോൽ മിന്നും ഗുരുപദം വണങ്ങിയിടൂ. ഇതാ ഗുരുവിൻ്റെ പാദങ്ങൾ നമിക്കൂ എന്ന് തിരുമൂലദേവൻ കാണികളായ ഭക്തരായ നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് നമ്മുടെ മുമ്പിൽ ഇതാ ഗുരു വന്നു നിൽക്കുന്നു. ഗുരുവിൻ്റെ പാദങ്ങളെ നമസ്കരിക്കൂ. അപ്പോൾ ആ പാദ നമസ്കാരം ചെയ്യാൻ ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മളെ ക്ഷണിക്കുകയാണ്. അല്ലയോ സാധക, ഇതാ നിൻ്റെ മുന്നിൽ ഗുരു വന്നു നിൽക്കുന്നു. അപ്പോൾ ഗുരുവാകുന്ന പരമശിവൻ നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് ആ പാദങ്ങൾ നമ്മെ നമുക്ക് സ്പർശിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ആ പാദങ്ങളെ സ്പർശിക്കുക, ആ ഗുരുവിനെ ആലിംഗനം ചെയ്യുക. ഇതാണ് നമ്മുടെ മുമ്പിൽ ചെയ്യേണ്ടത്. ഇവിടെ ഗുരുവിനെ ആലിംഗനം ചെയ്യുക എന്ന് വെച്ചാൽ ആത്മാവും ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്ന നിമിഷം. അപ്പോൾ വണങ്ങുക എന്ന് വെച്ചാൽ, പാദനമസ്കാരം ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. അത് വേദമന്ത്രങ്ങളും യാഗയജ്ഞങ്ങളും ബലികർമ്മങ്ങളും മുഴങ്ങുന്ന വേദിയാണ്. അപ്പോൾ ശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ഗുരുവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യാഗം നടത്തുന്നു, യജ്ഞം നടത്തുന്നു, ബലികർമാദികൾ നടത്തുന്നു, വേദമന്ത്രങ്ങൾ നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശിവസ്തുതിയാണ്. ശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന യജ്ഞങ്ങളാണ്, നിഷ്ഠകളാണിതൊക്കെ. അതായത് നാം ചെയ്യുന്ന സാധനകളാണ്. ഏത്? യാഗം, ശിവപ്രസാദത്തിന് വേണ്ടി ചെയ്യുന്ന യാഗങ്ങൾ, യജ്ഞങ്ങൾ, അനേകം യജ്ഞങ്ങൾ ചെയ്ത് ഗുരുവിനെ പ്രസാദിപ്പിക്കുന്നു. പിന്നെ ബലികർമ്മങ്ങൾ ചെയ്യുന്നു, വേദമന്ത്രങ്ങൾ നിരന്തരം ചൊല്ലുന്നു. ഇങ്ങനെ ഗുരു പ്രസാദിച്ചു നിൽക്കുന്നു. ആ ഗുരുവിൻ്റെ അടുത്തേക്ക്, ഗുരുവിൻ്റെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുവാൻ ഇവിടെ ഭക്തരോട്
തിരുമൂലദേവൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ പാദനമസ്കാരത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ജീവാത്മ പരമാത്മ സല്ലയനമാണ് നടക്കുന്നത്. ആ പശുപതിയിലേക്ക് പശു എത്തിച്ചേരുന്ന അവസ്ഥ, പശുവും പതിയും ഒന്നായി ചേരുന്ന അവസ്ഥ. ഈ രംഗം ഋഗ്വേദത്തിലാണ് ആദ്യം വർണ്ണിക്കുന്നത്. നമുക്ക് ഋഗ്വേദത്തിലെ ഈ യജ്ഞാദികളെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് ഭാഗങ്ങളിലേക്ക് എടുക്കാം. ഋഗ്വേദത്തിലെ 31 സൂക്തത്തിലെ മന്ത്രങ്ങളിൽ 8ാം മണ്ഡലമാണ്. 8ാം മണ്ഡലത്തിലെ 31 സൂക്തത്തിലെ ഏതാനും മന്ത്രങ്ങൾ യജ്ഞങ്ങളെ പ്രകീർത്തിക്കുന്നു. നമുക്കതിലെ 1-2 യജ്ഞങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ മാത്രം പരിശോധിക്കാം. യജ്ഞങ്ങൾ എപ്പോഴും ഗുരുപ്രസാദത്തിലാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഗുരുവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് യജ്ഞങ്ങൾ നടത്തുന്നത്. സാക്ഷാൽ യജ്ഞ പുരുഷനായ ശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന യജ്ഞങ്ങൾ. നോക്കൂ, ഋഗ്വേദത്തിലത് ഇന്ദ്രനാണെന്ന് മാത്രം. അതിലെ ചില മന്ത്രങ്ങളുടെ അർത്ഥം മാത്രം നമുക്ക് നോക്കാം. ആർ ഒരിക്കൽ യജ്ഞം ചെയ്തുവോ അയാൾ വീണ്ടും യജ്ഞം ചെയ്യും, വീണ്ടും സോമം പിഴിയും, ഹവിസും പുരോടാശവും ഭജിക്കും. ഇന്ദ്രനെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളിൽ ഗുരുവിനെ സ്തുതിക്കുന്ന കർമ്മങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഈശ്വരന് പുരോടാശവും സോമരസവും ആശിരവും, അതായത് പാൽ ചേർത്ത സോമരസം നൽകുന്നുവോ അവനെ ശുക്രൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും. യജ്ഞം ചെയ്യുന്നവൻ്റെ മുമ്പിൽ ദേവന്മാർ കൊടുത്തയക്കുന്ന ശോഭയുള്ള രഥം വന്ന് ചേരുന്നു. അയാൾ ആ തേരിൽ ഏറി ശത്രുക്കളാൽ ചെയ്യപ്പെടുന്ന എല്ലാ ബാധകളെയും തകർത്തുകൊണ്ട് വളർന്നു വരുന്നു. അതായത് യജ്ഞം കൊണ്ട് പാപം നശിക്കുന്നു എന്നാണ് പറയുന്നത്. ഇയാളുടെ ഗ്രഹത്തിൽ പുത്രപൗത്രാദിയുക്തയും അചഞ്ചലയുമായ ഗോദേവത പശുക്കളുമായി ദിവസം തോറും പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലയോ ദേവന്മാരെ, സമാനചിത്തരായ ഏത് ദമ്പതിമാരാണോ സോമം പിഴിയുന്നത്, ആ സോമത്തെ ഏവരാണോ ശുദ്ധീകരിക്കുന്നത്, എന്നും പാൽ ചേർത്ത സോമം കൊണ്ട് ആരാണോ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നത്, ആ ദേവന്മാർ നല്ല ഭക്ഷണങ്ങളെ നേടുന്നു. വേണ്ട പോലെ സമാഗമിക്കുന്ന ആ ദമ്പതിമാർ യജ്ഞത്തെ പ്രാപിക്കുന്നു. അവർ അന്നത്തോട് ഒരിക്കലും വേർപെടുന്നില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. യജ്ഞത്തെ പ്രാപിക്കുന്നു. യജ്ഞം ചെയ്യുന്നവൻ യജ്ഞത്തെ തന്നെ പ്രാപിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ഇതാണ് ഋഗ്വേദത്തിലെ യജ്ഞത്തെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ചില മന്ത്രങ്ങൾ. 8ാം മണ്ഡലത്തിലെ 31 സൂക്തത്തിൽ ഈ ഋഗ്വേദത്തിലെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ യജ്ഞത്തെ വീണ്ടും വീണ്ടും പാടിപ്പുകഴ്ത്തുന്നതാണ്. എന്തിനാണ് യജ്ഞം നടത്തുന്നത്? ശിവനുമായി ചേരാൻ വേണ്ടി, ഈശ്വരനുമായി ചേരാൻ വേണ്ടി. അങ്ങനെ പരമാത്മാവും ജീവാത്മാവും ഒന്നിച്ചു ചേരുന്ന അവസ്ഥ. അങ്ങനെ ജീവാത്മാവും പരമാത്മാവും ഒന്നിച്ചു ചേരുന്ന ഈ അവസ്ഥയെ തിരുവാചകത്തിൽ മാണിക്യവാചകർ വിവരിക്കുന്നുണ്ട്. തിരുപ്പടയെഴുച്ചി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. മായാപ്പടയുമായിട്ട് ഭക്തന്മാർ, അതായത് കാമക്രോധ ലോപാദി മായാപ്പടയുമായി യുദ്ധം ചെയ്ത് അവസാനം ശിവനുമായി ഒന്നിക്കുന്ന അവസ്ഥ നമുക്ക് നോക്കാതെ ആ അവസ്ഥയിൽ ശിവൻ്റെ ശിവലോകത്തെത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. സേവകർ മുന്നണിയായി പോകിൻ, ഭക്തന്മാർ ചുറ്റിലും ചെന്നുകൊള്ളുവിൻ,
അറിവാർന്ന യോഗികൾ അണിനിരക്കിൻ, കരുത്തരാം സിദ്ധന്മാർ പിൻനിരയായി, അല്ലൽപ്പടയെ നേരിട്ട് നമ്മൾ അണ്ടർനാട്ടിൽ പോയി ഭരിച്ചു വാഴാം. അണ്ടർനാട്ടിൽ, ദേവലോകത്ത്, ശിവലോകത്ത് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? സേവകന്മാരോടൊത്ത് നിങ്ങൾ പോവുക, അതായത് തൊണ്ടന്മാരോടൊത്ത് പോവുക. ഭക്തന്മാർ ചുറ്റിലും ചേർന്ന് നിൽക്കുവിൻ. എല്ലാ ഭക്തന്മാരും ഇതാ യാത്രയാവൂ. അറിവാർന്ന യോഗികൾ അണിനിരക്കിൻ. അങ്ങനെ യോഗികളും സേവകന്മാരും, അതായത് തൊണ്ടന്മാരും ഭക്തന്മാരും എല്ലാം തന്നെ, യോഗികളുമെല്ലാം ഇതാ ഈ സിദ്ധന്മാരോട് ചേർന്ന് ശിവലോകത്തിലേക്ക് എത്തിച്ചേരുക. എന്നിട്ടോ അല്ലൽപ്പടയെ നേരിട്ട് നമ്മൾ അണ്ടർനാട്ടിൽ പോയി ഭരിച്ചു വാഴാം. അല്ലൽപ്പടയെ, അതായത് കാമക്രോധ ലോപാദികളെ തോൽപ്പിച്ചിട്ട് നമുക്ക് ശിവലോകത്തിലേക്ക് എത്തിച്ചേരാം. എങ്ങനെ? സേവകരോടൊത്ത്, ഭക്തന്മാരോടൊത്ത്, അറിവാർന്ന യോഗികളോടൊത്താണ് നമ്മൾ ശിവസാമ്രാജ്യത്തിലേക്ക്, ശിവലോകത്തിലേക്ക്, കൈലാസത്തിലേക്ക് പോകുന്നത്. അതെങ്ങനെ? അല്ലൽപ്പടയെ തോൽപ്പിച്ചിട്ടാണ് നാം എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് തിരുവാചകത്തിൽ മാണിക്യവാചകർ പാടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുരുവിൻ്റെ പാദ നമസ്കാരത്തിലൂടെ ജീവാത്മാവും പരമാത്മാവും ഒന്നു ചേരുന്നു. അതായത് പശു പതിയായി ഒന്നിക്കുന്ന കാഴ്ച, അത്ഭുതകരമായ കാഴ്ചയാണ് ഗുരുമഠ ദർശനത്തിൽ നാം കാണുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കൂ. നാടും പെരുന്തുറയെ ഞാൻ കണ്ടുകൊണ്ട ശേഷം പാടേ ശിവൻ്റെ ചന്തച്ചേവടിയൊന്ന് കാണാൻ, തേടാനെഴും വിഷയമാകാതെ മണ്ണിൽ ജീവകോടികളായി വരുന്ന കാഴ്ചയെ കണ്ടല്ലോ ഞാനിതാ ശിവലോകത്തിലേക്ക്, കൈലാസത്തിലേക്ക് പോകുന്നു. ഇതുവരെ ഞാൻ എന്താ കണ്ടത്? നാടും പെരുന്തുറയും ഞാൻ കണ്ടു. നാടിലും നാട്ടിലെ പെരുന്തുറകളുമെല്ലാം ഞാൻ സന്ദർശിച്ചു. പാടയെ ശിവൻ്റെ ചന്തച്ചേവടി ഒന്ന് കാണാൻ, ശിവൻ്റെ പാദങ്ങൾ കാണാൻ വേണ്ടി നാടും നഗരവും എല്ലാം ഞാൻ അലഞ്ഞ് നടന്നു. എന്നിട്ട് തേടാനിഴും വിഷയമാകാതെ മണ്ണിൽ ജീവക്കൂടികളായി വരുന്ന കാഴ്ചയും കണ്ടു. ആ മണ്ണിൽ, ആ ഭൂമിയിൽ അനേകം കോടി ജനങ്ങൾ ശിവനെ തേടി ശിവനെ കാണാതെ വിഷമിക്കുന്ന അവസ്ഥയും ഞാൻ കണ്ടു. അപ്പോൾ തിരുമൂലദേവൻ പറയുകയാണ്, ഞാൻ നാടും നഗരവും ചുറ്റി സഞ്ചരിച്ചു, ശിവനെ തേടി അലഞ്ഞു. അങ്ങനെ ശിവനെ തേടി അലയുമ്പോൾ കോടാനുകോടി മനുഷ്യർ ശിവനെ തേടി നടക്കുന്ന ആ കാഴ്ച ഞാൻ കണ്ടു. അവർക്കാർക്കും ശിവനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ശിവനെ കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ വരൂ, ഈ ശിവചേവടികളെ കാണൂ എന്ന് പറഞ്ഞിട്ട് നമ്മെ, ഭക്തന്മാരെ, തൊണ്ടന്മാരെ, അതേപോലെ തന്നെ വേദജ്ഞന്മാരെ, ബലികർമാദികൾ ചെയ്യുന്നവരെ, വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഇതാ തിരുമൂലദേവൻ ഗുരുമഠ ദർശനത്തിലേക്ക്, ശിരസിലുള്ള സഹസ്രദള പത്മത്തിൽ വിരാജിക്കുന്ന ശിവതേജസ്സിൻ്റെ അരികിലേക്ക്, ശിവജ്യോതിസിൻ്റെ അരികിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന അത്ഭുതകരമായ ഗുരുമഠ ദർശനമാണ് നാം ഈ 9-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ശരിക്കും തിരുമൂലദേവൻ നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. അതായത്, അല്ലയോ സാധക, നീ എൻ്റെ കൂടെ വരൂ. തിരുമൂലദേവൻ നമ്മെ ക്ഷണിക്കുകയാണ്, എൻ്റെ കൂടെ വരൂ. ദേവദർശനത്തിനായി, ശിവദർശനത്തിനായി, ശിവപാദ നമസ്കാരത്തിനായി നീ എൻ്റെ കൂടെ വരൂ. ഞാൻ നിന്നെ ശിവൻ്റെ ലോകത്തിലേക്ക്, കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അവിടെ ഗുരുമഠ ദർശനം നിനക്ക് അനുഭവപ്പെടും. ഇവിടെ ഗുരുമഠ ദർശനം എന്ന് പറയുന്നത് സഹസ്രാര പത്മമാണ്. സ്വന്തം ശരീരത്തിലെ, ശിരസിലെ സഹസ്രാര പത്മത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന ശിവപാർവതിമാരെയാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്ക് കാണിച്ചു തരുന്നതെന്നറിയാം. അപ്പോൾ ഇത് കാണലിൻ്റെ ഭാഷയാണ്, കേൾക്കലിൻ്റെ ഭാഷയല്ല, കാണലിൻ്റെ ഭാഷയാണ് തിരുമൂലദേവൻ ഗുരുമഠ ദർശനത്തിൽ പറയുന്നത്. ഇതാ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കപ്പെടുന്ന കൈലാസം, ഇതാ
യജ്ഞാദികൾ നടത്തുന്ന കൈലാസം. ആ കൈലാസത്തിൽ ശിവസവിധത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എൻ്റെ കൂടെ വരൂ. അനേകം തൊണ്ടന്മാർ, അനേകം യോഗിമാർ ഇതാ ഇവിടെയുണ്ട്. അവരോടൊത്ത് നമുക്ക് ശിവപാദങ്ങളെ നമസ്കരിക്കാം എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ഇത് കാണലിൻ്റെ ഭാഷയാണ്, കേൾക്കലിൻ്റെ ഭാഷയല്ല. ഇത് കാണലിൻ്റെ ഭാഷയാണ്. ഈ കാഴ്ച കാണണമെങ്കിൽ നമുക്ക് മൂന്നാം കണ്ണ് തുറന്ന് കിട്ടണം. അപ്പോൾ ഈ മൂന്നാം കണ്ണ്, അതായത് ആജ്ഞാചക്രത്തിലെ മൂന്നാം കണ്ണ് ഇതോടെ തുറക്കുകയായി. 9ാം തന്ത്രത്തിലെത്തുമ്പോൾ തിരുമൂലദേവൻ നമ്മുടെ ആജ്ഞാചക്രത്തെ സ്പർശിക്കുകയും നമ്മുടെ മൂന്നാം കണ്ണ് തുറക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തുറക്കുമ്പോൾ നാം ആദ്യം കാണുന്നത് ഈ ഗുരുമഠ ദർശനമാണ്. ഇതാണ് 9ാം തന്ത്രത്തിൻ്റെ മഹത്വം. 9ാം തന്ത്രം എന്ന് പറഞ്ഞാൽ മകുടാഗമത്തിൻ്റെ രത്നച്ചുരുക്കമാണ്. മകുടെന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ടോപ്പ് നോളജ്. അപ്പോൾ നാം ഇപ്പോൾ കാണുന്ന ഈ ഗുരുമഠ ദർശനം ശിവൻ്റെ ടോപ്പ് നോളജാണ്. ഏറ്റവും അത്യുന്നതമായ ജ്ഞാനസാമ്രാജ്യത്തിലേക്കാണ് നമ്മൾ ഗുരുമഠ ദർശനത്തിൽ കടന്നിരിക്കുന്നത്. ഈ ദർശനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞ എല്ലാവർക്കും ശിവസാമീപ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശിവായ തിരുമൂലദേവായ നമഃ.